ഇസ്ലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ അത്താഴം കഴിക്കാതിരിക്കരുത്. അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാത്ത നോമ്പ് അച്ചായന്റെ നോമ്പാണെന്നാ ഇസ്ലാം പറയുന്നത്. അച്ചായന്മാർക്ക് പണ്ടുള്ള പരിപാടി എന്താണ്? ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അസ്സഹൂർ. നമ്മുടെയും അഹ്ലി കിതാബുകാരുടെയും നോമ്പിന്റെ ഇടക്കുള്ള വ്യത്യാസം, നമ്മുടെ നോമ്പിന് നമുക്ക് അത്താഴമുണ്ട്, അതേ അച്ചായന്റെ നോമ്പിന് അത്താഴമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സമൂഹം മനസ്സിലാക്കുന്നു, ചിലരൊക്കെ തഖ്വയങ്ങ് മൂത്തിട്ട് ഭക്തിയങ്ങ് വർദ്ധിച്ചിട്ട് ചില ഫളായിൽ കിതാബുകളിലൊക്കെ പറയുന്നു, മഹാനവറുകൾ ദിവസങ്ങളോളം അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിരുന്നു. എവിടുന്നാ സഹോദരാ ഈ ഭക്തി കിട്ടിയത്? അള്ളാന്റെ റസൂല് പറയാ, തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് കേട്ടോ. അത്താഴം ഒരു മെറുക്കെങ്കിലും നിങ്ങൾ കഴിക്കണം, കുടിക്കണം എന്ന് പറയുമ്പോൾ അത്താഴം കഴിക്കാതിരുന്ന മഹാന്മാര്, ചില മഹാന്മാര് ഇങ്ങനെ, ചില മഹാന്മാര് ബഹുമാനപ്പെട്ടവരങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ അഖ്ശാ, പടച്ചവനെ പേടിയുള്ള നേതാവാരുണ്ട്? അത്ഖാ, റബ്ബിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള നേതാവ് ആരുണ്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത്താഴം കഴിക്കണേ, കഴിയുന്നത്ര അതിനെ പിന്തിപ്പിക്കണേ. തഅഖീറുസ് സഹൂർ, അത്താഴത്തെ പിന്തിപ്പിക്കുക. തഅജീലുൽ ഫിത്ർ, നോമ്പ് സമയമായ ഉടനെ തുറക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും വലിയൊരു കംപ്ലൈന്റാ, നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു പ്രശ്ന. മുജാഹിദുകളുടെ കലണ്ടറുകളിലൊക്കെ ബാങ്ക് ആ കൃത്യസമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അൽമനാറിന്റെ കലണ്ടർ അതിലൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് ആ ബാങ്കിന്റെ സമയം ഉണ്ടാവും. ഫജറിന്റെ സമയത്ത് ഇത്ര മണി, മഗ്രിബിന്റെ ഇത്ര മണി. എപ്പോഴും നാട്ടിലെ മഹല്ലുകളിൽ പ്രശ്ന. മുജാഹിദ് പള്ളിയും അതുപോലെ തന്നെ സമസ്തക്കാരന്റെ പള്ളിയുള്ളിടത്തൊക്കെ പ്രശ്ന. സുബഹിന്റെ ബാങ്ക് നമ്മുടെ പള്ളികളിൽ കറക്റ്റ് സമയത്ത് കൊടുക്കുമ്പോ മറ്റേ പള്ളിയിൽ 10 മിനിറ്റ് മുമ്പൊക്കെ നേരത്തെ കൊടുക്കും. എന്താ? സൂക്ഷ്മതക്ക് നല്ലത്, സൂക്ഷ്മതക്ക് നല്ലത് കുറച്ച് നേരത്തെ കൊടുക്കല. അതുപോലെ മഗ്രിബിന്റെ ബാങ്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യം കൊടുക്കും, ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാ മറ്റേ പള്ളിയിൽ നിന്ന് കൊടുക്കുക. അതെന്താ? സൂക്ഷ്മതക്ക് വേണ്ടി ഒരു ഇത്തിരി പിന്തിപ്പിക്കുന്നത് നല്ലതാ. ആരാണ് ഈ സൂക്ഷ്മത പറഞ്ഞത്? ആരാണ് സഹോദരാ ഈ സൂക്ഷ്മതകളൊക്കെ പഠിപ്പിച്ചു തന്നത്? അങ്ങനത്തെ ഒരു സൂക്ഷ്മതയുടെ പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിടത്ത് നിൽക്കലാണ് വിനയമുള്ള മുസ്ലിമിന്റെ ലക്ഷണം. അവിടുന്ന് പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യല്ല, അവിടുന്ന് പഠിപ്പിച്ചതിന് വിരുദ്ധം പറയല്ല, അവിടുന്ന് പഠിപ്പിച്ചതിൽ ഒരു കമ്മ്യൂണിസ്റ്റയ്ക്കല്ല പോരായ്മയുണ്ടെന്ന് കരുതാൻ പോലും പാടില്ല. ആ നിലക്ക് കൃത്യമായിട്ടാണ് ആ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ.